എന്താ എന്താ എല്ലാരും ഒരു ഓട്ടവും ബഹളവും? ആ വൃത്തികേട് കണ്ടില്ലേ? എവിടെ? അയ്യേ, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എവിടെങ്കിലും കൊടുത്തോ? ചുണ്ടിലോ നെറ്റിയിലോ ഒക്കെ കൊടുത്തു. ഓ എനിക്കറിയാം എങ്ങനെ ഈ തണ്ടയില്ലായ്മ കാണിക്കുന്നു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. ഇടിപ്പി ചേർത്ത് പിടിക്ക്. ആ നെറ്റിക്ക് ഉമ്മ കൊടുത്തേ. നെറ്റിയിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ. ചേർത്ത് പിടിക്ക് ദാസേട്ട്. കുറച്ചുകൂടെ റൊമാൻസ് തട്ടെ. കുറച്ചുകൂടെ അങ്ങോട്ട് കൊടുക്കുമാരേട്ടാ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. അപരാധപ്പിറവിയുടെ സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച അലൻ ജോസ് പെരേര യൂണിവേഴ്സിലെ ഒരേ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ രേണു സുധിയെ ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യരായിട്ട് വരും. ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് അനുവിന് കോൺടാക്ട് ഇല്ല അങ്ങനെയാണോ പറയേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് റീച്ചിന് വേണ്ടിട്ട് അവര് വളച്ചൊടിക്കുന്ന ഞാൻ നേരെ ചൊവ്വേ കാര്യം പറഞ്ഞു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. അല്ലാതെ എന്റെ അനുമോളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നോട് പറയത്തില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്. എന്താ ഇത്? ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. 2 ഗന്ധർവന്മാർ കയ്യിൽ താലവും കൊണ്ട്. ഗന്ധർവന്മാർ താലം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ പുകയും തീനാളങ്ങളും. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. എന്നാലും പെണ്ണുങ്ങൾക്ക് ഇത്രയും ചങ്കൂറ്റം പാടില്ല. വെറുതെ ആണോ ഈ പെണ്ണുങ്ങളെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയത്? ചോളി കെ പീച്ചേ ക്യാ ഹേ, ചോളി കെ പീച്ചേ.